നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 വർഷം നീണ്ട രാജ്യാന്തര യാത്രാവിലക്ക് അവസാനിച്ചതോടെ ഇന്നു മുതൽ ഇന്ത്യ ഗൾഫ് സെക്ടറിൽ വിമാന സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കോവിഡിന് മുൻപുണ്ടായിരുന്ന സർവീസുകളെല്ലാം തന്നെ വിമാന കമ്പനികൾ പുനരാരംഭിക്കുകയുണ്ടായി. ചില കമ്പനികൾ പുതിയ സെക്ടറിലേക്കും സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഗൾഫ് ഇന്ത്യ സെക്ടറിൽ വിമാന സർവീസുകളുടെ എണ്ണം കൂടിയതിനാൽ തന്നെ ഇഷ്ടമുള്ള സമയത്ത് യാത്ര ചെയ്യാനുള്ള അവസരം കൈവന്നു. അതേസമയം കണ്ണൂരിലേക്ക് വിമാന സർവീസ് കുറഞ്ഞതായും പരാതിയുണ്ട്. കോവിഡ് നിയന്ത്രണത്തിലെ ഇളവ് മാറ്റിയതും വിമാന സർവീസുകൾ സാധാരണ നിലയിലായതും ഈ സെക്ടറിൽ യാത്രക്കാരുടെ എണ്ണം കൂട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തൊഴിലന്വേഷകരുടെയും വിനോദസഞ്ചാരികളുടെയും ഒഴുക്ക് വർദ്ധിക്കും. പരീക്ഷ കഴിഞ്ഞ് നാട്ടിലെ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ ഗൾഫിലേക്കുള്ള വരുന്ന കുടുംബങ്ങളുണ്ട്. വിഷു, റംസാൻ, പെരുന്നാൾ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാനിരിക്കുന്നവരും ഏറെയാണ്. ഇത് കഴിയുന്നതോടെ വേനൽ അവധിക്കായി ഗൾഫിലെ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ സെപ്റ്റംബർ വരെ തിരക്കുള്ള സെക്ടറായി മാറും. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയതിനാൽ വാണിജ്യം, വ്യവസായം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ പുതിയ ഉണർവ് വ്യോമയാന മേഖലയെ ശക്തിപ്പെടുത്തും. നിയന്ത്രണം നീങ്ങുക വഴി ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വഴി US, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയും ഊർജിതമാകും. പ്രതിസന്ധിയുടെ നടുക്കടലിലുള്ള ശ്രീലങ്കയെ മറികടന്ന് കൂടുതൽ സഞ്ചാരികൾ ഇന്ത്യയിലെത്താനുള്ള സാധ്യതയും ഇന്ത്യക്കും വിമാന കമ്പനികൾക്കും ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടുന്നു. എമിറേറ്റ്സ് എയർലൈൻസ് സർവീസ് ഏപ്രിൽ 1 പൂർണ്ണതോതിൽ, ദുബായ് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ ഏപ്രിൽ 1 പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ. കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെടെ രാജ്യത്തെ 9 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ 170 സർവീസുകൾ നടത്തും. കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 14, തിരുവനന്തപുരത്തേക്ക് 7, മുംബൈ 35, ന്യൂഡൽഹി 28, ബംഗളൂരു 24, ചെന്നൈ 21, ഹൈദരാബാദ് 21, കൊൽക്കത്ത 11, അഹമ്മദാബാദ് 9 എന്നിങ്ങനെയാണ് മറ്റ് സർവീസുകളുടെ എണ്ണം. ഇന്നലെ വരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന എയർ ബബിൾ കരാർ പ്രകാരം UAE നിന്ന് കണ്ണൂരിലേക്ക് 4 വിമാന കമ്പനികൾ സർവീസ് നടത്തിയിരുന്നു. ദുബായിൽ നിന്ന് ഇൻഡിഗോ ദിവസേനയും എയർ ഇന്ത്യ ആഴ്ചയിൽ 2 തവണയും സർവീസ് നടത്തി. എയർ ഇന്ത്യ എക്സ്പ്രസിനും ഗോ ഫസ്റ്റിനും ഷാർജയിൽ നിന്ന് പ്രതിദിന കണ്ണൂർ സർവീസ് ഉണ്ടായിരുന്നു. ഇന്നു മുതൽ ഗോയർ, എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നത്. ഇത് ഈ സെക്ടറിലെ യാത്രക്കാരെ പ്രയാസത്തിലാക്കും. ഉഭയകക്ഷി കരാർ പരിഷ്കരിക്കാത്തതാണ് കണ്ണൂരിലേക്ക് കൂടുതൽ വിമാന കമ്പനികൾക്ക് അനുമതി ലഭിക്കാത്തതെന്നാണ് അറിയുന്നത്.